അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ പുതിയ പുസ്തകമാണ്, പുതിയ സിലബസ് ആണ്, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അപ്പൊ മാറി വന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് XCERTന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4-3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. പീരിയഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് 4.6 ബില്യൺ ഇയേഴ്സ് എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എന്താ തോന്നുന്നത്? ഇത് ഏത് ചാപ്റ്ററാ? ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ? അല്ല, ഇത് സെക്കൻഡ് ചാപ്റ്റർ, എവല്യൂഷന്റെ ചാപ്റ്റർ, പരിണാമവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ. പരിണാമത്തിൽ നമ്മൾ ഒരുപാട് കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിൽ ആദ്യം ഭൂമി ഉണ്ടായി, ഭൂമിയിൽ ജീവൻ ഉണ്ടായി, ജീവനിൽ സസ്യങ്ങളുണ്ടായി, ജന്തുക്കളുണ്ടായി, ദിനോസേഴ്സ് ഉണ്ടായി. അങ്ങനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പേജ് മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാലഘട്ടത്തിലും ഓരോ പീരീഡിലും എന്താണ് ഉണ്ടായത്, എന്ത് സിഗ്നിഫിക്കൻസ് ആണ്, എന്ത് പ്രത്യേകതകളാണ്, ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് 4.0 to 4.6 ബില്യൺ ഇയേഴ്സ് എന്ന് വെച്ചാൽ എത്ര? 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 100 കോടി. അങ്ങനെയാണ് ഈ 4.0 to 4.6 ബില്യൺ എന്ന് പറഞ്ഞാൽ 400 to 460 കോടി എന്ന് വെച്ചാൽ 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് എന്ത് സംഭവിച്ചു? 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് എന്ത് സംഭവിച്ചു? ഇവിടെ ആൻസർ ചെയ്യണം. 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചേ? ബുദ്ധി വെച്ച് പറയടാ. 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായി? ഒറിജിൻ ഓഫ് എർത്ത്, ഭൂമി ഉണ്ടായി. ഒറിജിൻ ഓഫ് എർത്ത്, ഭൂമിയുടെ ഉത്ഭവമാണ് 400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഭവിച്ചത്. ഒറിജിൻ ഓഫ് എർത്ത്, ഭൂമിയുടെ ഉത്ഭവം. ഓക്കെ, ആദ്യം ഭൂമി ഉണ്ടായി, ഭൂമി പ്രസവിച്ചു, ഭൂമിയുടെ ഉത്ഭവം. ഓക്കെ, ഭൂമിയുടെ ഉത്ഭവം. പിന്നീട് ഏകദേശം 3.5 to 2.5 ബില്യൺ വർഷം, അതായത് 350 കോടി വർഷങ്ങൾക്ക് ഇപ്പുറം പിന്നീട് എന്തുണ്ടായി? ഫോർമേഷൻ ഓഫ് ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, ആദ്യത്തെ ഫോം ഓഫ് ലൈഫ്, ജീവന്റെ ആദ്യത്തെ ഒരു കണി, ജീവന്റെ ആദ്യത്തെ രൂപീകരണം, ആദ്യത്തെ ജീവന്റെ രൂപീകരണം ഉണ്ടായി. ആദ്യത്തെ ജീവൻ ഏതായിരുന്നു? അത് മനുഷ്യന്മാരാണോ? അല്ല. പട്ടികളാണോ? അല്ല. പൂച്ചകളാണോ? അല്ല. അതാരായിരുന്നു? പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. ബാക്ടീരിയ പോലത്തെ വെറും ഒരു കോശം മാത്രമുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസം. ആദ്യത്തെ ജീവികൾ എന്ന് പറഞ്ഞാൽ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. അത് ഏകദേശം 3.5 to 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിവിടെ ഓൾറെഡി ഇവർ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ 2.5 to 541 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ ഏകദേശം 250 കോടി വർഷങ്ങൾക്ക് ഇപ്പുറം, അതായത് 541 മില്യൺ ഇയേഴ്സുകൾക്ക് അപ്പുറം എന്ത് സംഭവിച്ചു? ലോകത്ത് എന്ത് സംഭവിച്ചു? എടാ, ഫോർമേഷൻ ഓഫ് ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, ആദ്യം പ്രോക്യാരിയോട്ടുകൾ ഉണ്ടായി. പിന്നീട് എന്താ ഉണ്ടായിട്ടുണ്ടാവുക? പറഞ്ഞോളൂ. പ്രോ കഴിഞ്ഞാൽ യൂക്യാരിയോട്ടുകൾ. എന്താ ഉണ്ടായിട്ടുണ്ടാവുക? യൂക്യാരിയോട്ടുകൾ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ യൂക്യാരിയോട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. യൂക്യാരിയോട്ടുകളുടെ പ്രത്യേകത അവരെന്താണ്? അവർ മൾട്ടി സെല്ലുലാർ ആണ്, അവർ ബഹുകോശ ജീവികളാണ്. യൂക്യാരിയോട്ടുകൾ നിർമ്മിക്കപ്പെട്ടു, അല്ലെ, രൂപം കൊണ്ടു. പിന്നീട് 541 to 252 മില്യൺ ഇയേഴ്സ്, അതായത് ഏകദേശം 252 മില്യൺ വർഷങ്ങൾക്കപ്പുറത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് സംഭവിച്ചു? ഭൂമിയിൽ സസ്യങ്ങളും ജന്തുക്കളും കരയിൽ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ ആദ്യം എവിടെയായിരുന്നു ജീവികൾ ഉണ്ടായിരുന്നത്? കടലിലാണ് ജീവികൾ ഉണ്ടായിരുന്നത്, കരയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. പിന്നീട് കരയിൽ എന്തുണ്ടായി? ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ചെറിയ കുഞ്ഞു യൂക്യാരിയോട്ടുകളോ പ്രോക്യാരിയോട്ടുകളോ അല്ല, അടിപൊളിയായിട്ടുള്ള ജന്തുക്കളും സസ്യങ്ങളും എന്തുണ്ടാവാൻ തുടങ്ങി? കരയിൽ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓൺ ലാൻഡ്, പ്ലാന്റ്സും അനിമൽസും എവിടെ ഉണ്ടാവാൻ തുടങ്ങി? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഉണ്ടായി എന്ന് എഴുതി വെച്ചാൽ മാർക്കില്ല. ഓൺ ലാൻഡ്, കരയിൽ ഉണ്ടാവാൻ തുടങ്ങി. ആദ്യം കടലിലായിരുന്നു, കടലിൽ നിന്ന് പിന്നെ കരയിലേക്ക് ഇങ്ങനെ എന്താണ് എവല്യൂഷൻ സംഭവിച്ചു വന്നതാണ്. പിന്നീട് അടുത്ത ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 252 to 66 മില്യൺ ഇയേഴ്സ്, അതായത് 66 ദശലക്ഷങ്ങൾക്കപ്പുറം, 66 ദശലക്ഷം വർഷങ്ങൾക്ക് അപ്പുറത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ സമയത്താണ് ലോകത്ത് ഡൈനോസറുകൾ ഉണ്ടായത്. ഡൈനോസറുകൾ അല്ലെങ്കിൽ ദിനോസറുകൾ രൂപം കൊണ്ടു. ഡിനോസേഴ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തുണ്ടായി? പിന്നീടാണ് മെമേലിയൻസും മനുഷ്യനും അങ്ങനെയുള്ള ജീവികളൊക്കെ പിന്നീട് ഉണ്ടായത്. അതായത് ഈ 66 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് ഈ ഒരു പ്രസന്റ് കാലഘട്ടത്തിൽ വരെ. അപ്പൊ ഇനിയും എന്ത് സംഭവിക്കാം? എവല്യൂഷൻ സംഭവിക്കാം. ഇനി ഒരു 100,000 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ ആൻസർ ചെയ്യണം. ഇങ്ങനെ ആൻസർ ചെയ്താൽ 4 മാർക്കാണ്. ഇത് അറിയാത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ എന്ത് ചെയ്താൽ മതി? വൃത്തിയിൽ പഠിച്ചു വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നു? ഒറിജിൻ ഓഫ് എർത്ത്, ഭൂമി ഉണ്ടാകുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? പ്രോക്യാരിയോട്ടുകൾ ഉണ്ടാവുന്നു, ചെറിയ ജീവികൾ. പിന്നീട് യൂക്യാരിയോട്ടുകൾ ഉണ്ടാവുന്നു. പിന്നീട് എന്തുണ്ടാവുന്നു? സസ്യങ്ങളും ജന്തുക്കളും കരയിൽ, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓൺ ലാൻഡ്. ദെൻ ദിനോസറുകൾ ഉണ്ടാവുന്നു. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു?
എമർജൻസ് ഓഫ് മാമൽസ്, സസ്തനികളുടെ ആവിർഭാവം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യന്റെ ഉൽപ്പത്തി, മനുഷ്യന്റെ ഒറിജിൻ ഉണ്ടാവുന്നു. ഇതാണ് ഇതിന്റെ ഒരു റൂട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ വർഷങ്ങൾ വലിയ പഠിച്ചില്ലെങ്കിലും വിഷയമല്ല. കാരണം വർഷങ്ങൾ ഇത് മിക്സ് ചെയ്ത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാനാണ് പരീക്ഷയ്ക്ക് അധികം ചോദിക്കുക. എന്ന് കരുതിയിട്ട് വർഷങ്ങൾ പഠിക്കേണ്ടെന്നല്ല, അപ്പൊ പഠിച്ചോളൂ. ചിലപ്പോൾ ഞാൻ അതല്ലാതെ വേറെ പാറ്റേണിൽ ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. അപ്പൊ വർഷങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം പഠിക്കുക. ഇനി തീരെ പഠിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് പറയുന്നതല്ലോ, ആദ്യം ഈ സാധനങ്ങൾ ഇങ്ങനെ കറക്റ്റ് പഠിക്കുക. കാരണം വർഷങ്ങൾക്ക് നമുക്കൊരു ഐഡിയ കിട്ടും. ആദ്യം ഇതങ്ങനെ ബില്യൺ, പിന്നെ ബില്യൺ, പിന്നെ മില്യൺ, അങ്ങനെ അങ്ങനെ ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലോജിക്ക് വെച്ച് കണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ആദ്യം ബില്യൺ, ആ ബില്യണിൽ തന്നെ എന്താണ്, ആദ്യം 4 ബില്യൺ ആണ്, പിന്നെ 3 ബില്യണിലേക്ക് വരുന്നു, പിന്നെ 2 ബില്യണിലേക്ക് വരുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, മില്യണിലേക്ക് വരുന്നു, പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് റൂട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഈ പോയിന്റുകളാണ് കിട്ടേണ്ടത്. അത് സിമ്പിൾ ലോജിക്കാ. ആദ്യം എന്തുണ്ടാവണം, ഭൂമി ഉണ്ടാവണം. ഭൂമി ഇല്ലാത്ത ജീവൻ ഉണ്ടാവോ? അല്ല സൂര്യനിലോ ചന്ദ്രനിലോ നെപ്റ്റ്യൂണിലോ യുറാനസിലോ ചൊവ്വയിലോ ബുധനിലോ ഉണ്ടോ ജീവൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ആദ്യം എന്തുണ്ടാവണം, ഭൂമി ഉണ്ടാവണം, ദ ഒറിജിൻ ഓഫ് എർത്ത്. പിന്നെ പ്രോക്യാരിയോട്ടുകൾ ഉണ്ടാവണം. ആദ്യം തന്നെ മനുഷ്യനും അതുപോലെ പട്ടിയും പൂച്ചയൊന്നും ഉണ്ടാവില്ലല്ലോ, ചെറിയ ചെറിയ പാവപ്പെട്ട പ്രോക്യാരിയോട്ടുകൾ ഉണ്ടാവുക. പിന്നീട് ആരുണ്ടാവും, യൂക്യാരിയോട്ടുകൾ ഉണ്ടാവും. പിന്നീടാണ് എന്തുണ്ടാവുക, പ്ലാന്റ്സും അനിമൽസും ഉണ്ടാവുക. പിന്നീട് എന്തുണ്ടായി, ഡൈനോസേഴ്സ് ഉണ്ടായി. ഇനി ഏറ്റവും ടോപ്പ് ആൾക്കാരാണ് അറിയും നമ്മൾ. ഓക്കെ, നമ്മൾ അതും കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവണം. മാമൽസും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സും ഒക്കെ അതിന് ശേഷം ഉണ്ടാവുന്നത്. ശരിക്കും ഡൈനോസേഴ്സും അടിപൊളിയായിട്ട് കേട്ടോ. പക്ഷെ ഡൈനോസേഴ്സിന് എന്ത് ചെയ്തു, കുറെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് അവർ ഭൂമി ലോകത്ത് നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഓണപരീക്ഷ നമുക്ക് സൂപ്പർ ആക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് പഠിക്കുക. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഓക്കെ.